നമസ്കാരം. മിഡിൽ ഈസ്റ്റ് വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. ലോക്സഭയിൽ നന്ദി പ്രമേയ ചർച്ചയ്ക്കിടെ ഭരണ പ്രതിപക്ഷ വാക്പോര്. ഭരണപക്ഷത്തെ ചൊടിപ്പിച്ചത് മുൻ കരസേനാ മേധാവി ജനറൽ നരവനെയുടെ പുറത്തിറങ്ങാത്ത പുസ്തകത്തിലെ പരാമർശങ്ങൾ ഉദ്ധരിച്ച് ചൈനയുടെ കടന്നുകയറ്റത്തെക്കുറിച്ച് സംസാരിക്കാൻ രാഹുൽ ശ്രമിച്ചതിന് രാഹുൽ വസ്തുതകളെ തെറ്റായി ചിത്രീകരിച്ചുവെന്ന് മുൻ കരസേനാ മേധാവി നരവാനെ. കുവൈറ്റ് മന്ത്രിസഭ പുനഃസംഘടിപ്പിച്ചു. ഒരു വനിത ഉൾപ്പെടെ 7 പുതിയ മന്ത്രിമാർ. വിദേശകാര്യമന്ത്രി അബ്ദുള്ള യഹിയെ മാറ്റി ഷെയ്ഖ് ജറാഖ് ജാബർ അൽ അഹമ്മദ് അൽ സബാഹിനെ നിയമിച്ചു. കേന്ദ്ര ബജറ്റിൽ സംസ്ഥാനത്തോടുള്ള അവഗണനയ്ക്കെതിരെ പ്രതിഷേധം കടുപ്പിച്ച LDF-ഉം UDF-ഉം. പാർലമെന്റിന് മുമ്പിൽ കേരള MP-മാരുടെ പ്രതിഷേധം. സംസ്ഥാനത്തിന് ഒന്നുമില്ല എന്നത് നുണപ്രചരണമെന്ന് BJP. അതിവേഗ റെയിലിനായി പൊന്നാനിയിൽ ഓഫീസ് തുറന്ന് E. ശ്രീധരൻ. അതിവേഗ റെയിൽവേക്ക് കൃത്യമായ മറുപടി നൽകാതെ റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ്. വ്യവസായി CJ റോയി ആത്മഹത്യ ചെയ്യാൻ നേരത്തെ തീരുമാനിച്ചതായി നിർണായക ഡയറിക്കുറിപ്പ്. IT ഉദ്യോഗസ്ഥരെ വീണ്ടും ചോദ്യം ചെയ്യാൻ അന്വേഷണ സംഘം. മരണത്തിൽ ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെട്ട് കേന്ദ്രത്തിന് മുഖ്യമന്ത്രിയുടെ കത്ത്. T20 ലോകകപ്പിൽ ഇന്ത്യക്കെതിരെ കളിക്കില്ലെന്ന് അറിയിച്ച പാകിസ്ഥാൻ ICC-യുടെ മുന്നറിയിപ്പ്. കനത്ത പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്നും തീരുമാനം അംഗീകരിക്കാനാകില്ലെന്നും ICC. ലോക്സഭയിൽ നന്ദി പ്രമേയ ചർച്ചയ്ക്കിടെ ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ തമ്മിൽ നാടകീയ രംഗങ്ങൾ. മുൻ കരസേനാ മേധാവി ജനറൽ നരവനെയുടെ പുറത്തിറങ്ങാത്ത പുസ്തകത്തിലെ പരാമർശങ്ങൾ ഉദ്ധരിച്ച് ചൈനയുടെ കടന്നുകയറ്റത്തെക്കുറിച്ച് സംസാരിക്കാൻ രാഹുൽ ശ്രമിച്ചതാണ് ഭരണപക്ഷത്തെ ചൊടിപ്പിച്ചത്. അതേസമയം രാഹുൽ ഗാന്ധി വസ്തുതകളെ തെറ്റായി ചിത്രീകരിച്ചുവെന്ന് മുൻ കരസേനാ മേധാവി ജനറൽ MM നരവനെ പ്രതികരിച്ചു. കോൺഗ്രസിന്റെ രാജ്യസ്നേഹത്തെയും സംസ്കാരത്തെയും BJP MP തേജസ്വി സൂര്യ ചോദ്യം ചെയ്തതോടെയാണ് സഭ പ്രക്ഷുബ്ധമായത്. ഇതിന് മറുപടിയുമായി പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി സംസാരിക്കാൻ എഴുന്നേറ്റതോടെ സഭയിൽ വാക്പോര് രൂക്ഷമായി. മുൻ കരസേനാ മേധാവി ജനറൽ മനോജ് കുമാർ മുകുന്ദ് നരവനെ എഴുതിയ പുസ്തകത്തിലെ പരാമർശങ്ങൾ ഉദ്ധരിച്ച് ചൈനയുടെ കടന്നുകയറ്റത്തെക്കുറിച്ച് സംസാരിക്കാൻ രാഹുൽ ശ്രമിച്ചതാണ് ഭരണപക്ഷത്തെ ചൊടിപ്പിച്ചത്. പ്രകാശിതമാകാത്ത പുസ്തകത്തിലെ കാര്യങ്ങൾ സഭയിൽ ഉന്നയിക്കുന്നത് ചട്ടവിരുദ്ധമാണെന്ന് പറഞ്ഞുകൊണ്ട് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഇടപെട്ടു. എന്നാൽ താൻ ഒരു മാഗസീനിൽ വന്ന റിപ്പോർട്ടാണ് വായിക്കുന്നതെന്ന് രാഹുൽ ആവർത്തിച്ചുവെങ്കിലും സ്പീക്കർ അതിന് അനുമതി നൽകിയില്ല. എങ്കിലും രാഹുൽ ഗാന്ധി പ്രസംഗം തുടരാൻ ശ്രമിച്ചു. नरवणे जी ने कहा है कि उनका मेमोयर है, उसे सरकार पब्लिश नहीं होने दे रही है. इसमें सब लिखा है और मैं सिर्फ इसमें से 5 लाइन पढ़ना चाहता हूं जिसमें नरवणे जी ने राजनाथ सिंह के बारे में और मोदी जी के बारे में बोला है. പുസ്തകമിറക്കാൻ നരവനെ സർക്കാർ അനുവദിച്ചില്ല എന്ന് രാഹുൽ സഭയിൽ ആരോപിച്ചു. ഇതിനിടെ രാഹുൽ ഗാന്ധിക്കെതിരെ വിമർശനവുമായി ആഭ്യന്തരമന്ത്രി അമിത്ഷായും രംഗത്തെത്തി. ഇതോടെ രാഹുൽ ഗാന്ധിയും രാജ്നാഥ് സിംഗും അമിത്ഷായും തമ്മിലുള്ള നേർക്കുനേർ പോരിനു കൂടിയാണ് ലോക്സഭ സാക്ഷ്യം വഹിച്ചത്. नरवणे जी ने नहीं कहा, इतना बोल दे, रिकॉर्ड पर बोले कि नरवणे ने नहीं कहा है. रक्षा मंत्री जी इतना ही कह रहे हैं कि नरवणे जी की पुस्तक को आप रिफर कर रहे हो तो वो प्रकाशित हुई या नहीं हुई, वो स्पष्ट करें. नरवणे की रिपोर्ट नहीं है, नरवणे का पुस्तक नहीं है, इतना स्पष्ट करे. ആധികാരികമില്ലാത്തവ സഭയിൽ വായിക്കരുതെന്നും സഭാചട്ടം പാലിക്കണമെന്നും സ്പീക്കർ ഓം ബിർള ആവശ്യപ്പെട്ടു. എന്നാൽ താൻ കയ്യിലുള്ള മാഗസിനാണ് വായിക്കുന്നതെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു. ഇതിനിടെ KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ള നേതാക്കൾ സ്പീക്കറുടെ നടപടിയെ ചോദ്യം ചെയ്തു. ചർച്ചയുടെ നിയമങ്ങൾ ഇതാണെങ്കിൽ നാളെ പ്രധാനമന്ത്രി സംസാരിക്കുമ്പോഴും സമാനമായ തടസ്സങ്ങൾ നേരിടേണ്ടി വരുമെന്ന് KC വേണുഗോപാൽ മുന്നറിയിപ്പ് നൽകി. ബഹളത്തെ തുടർന്ന് സഭാ നടപടികൾ പലതവണ തടസ്സപ്പെട്ടു. അതേസമയം രാഹുൽ ഗാന്ധി വസ്തുതകളെ തെറ്റായി ചിത്രീകരിച്ചുവെന്ന് മുൻ കരസേനാ മേധാവി ജനറൽ MM നരവനെ പ്രതികരിച്ചു. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. കേന്ദ്ര ബജറ്റിൽ സംസ്ഥാനത്തോടുള്ള അവഗണനയ്ക്കെതിരെ പ്രതിഷേധം കടുപ്പിച്ച് LDF-ഉം UDF-ഉം. പാർലമെന്റിന് മുമ്പിൽ കേരള MP-മാരുടെ പ്രതിഷേധമുണ്ടായി. സംസ്ഥാനത്തിന് ഒന്നുമില്ല എന്നത് നുണപ്രചരണമെന്നാണ് BJP പറയുന്നത്. കേന്ദ്ര ബജറ്റിൽ സംസ്ഥാനത്തോടുള്ള അവഗണനയ്ക്കെതിരെ പാർലമെന്റിന് മുമ്പിൽ കേരള MP-മാരുടെ പ്രതിഷേധവും ഇന്ന് കണ്ടു. എയിംസ് എവിടെയെന്ന് മുദ്രാവാക്യം ഉയർത്തിയായിരുന്നു MP-മാരുടെ പ്രതിഷേധം. കേന്ദ്ര ബജറ്റിൽ സമ്പൂർണ്ണ അവഗണനയാണ് കേരളത്തോട് കാട്ടിയതെന്നും ഇതിന് കേരളത്തിൽ നിന്നുള്ള കേന്ദ്രമന്ത്രിമാർ മറുപടി പറയണമെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ. സ്ഥലം
ഏറ്റെടുക്കാത്തതാണ് എയിംസ് കിട്ടാതിരിക്കുവാനുള്ള കാരണമെന്ന രാജീവ് ചന്ദ്രശേഖറുടെ മറുപടി ബാലിശമാണ്. കേന്ദ്രം പ്രഖ്യാപിക്കാത്ത പദ്ധതിക്ക് കേരള സർക്കാർ എങ്ങനെ സ്ഥലം ഏറ്റെടുക്കുമെന്നും രാജീവ് ചന്ദ്രശേഖർ അബദ്ധമാണ് പറഞ്ഞതെന്നും പ്രതിപക്ഷ നേതാവ് വിമർശിച്ചു. സമ്പൂർണമായ അവഗണനയാണ് കേരളത്തോട് കേന്ദ്ര ബജറ്റ് കാണിച്ചിരിക്കുന്നത്. സമ്പൂർണമായ അവഗണന. പരിഹസിക്കുന്നതിന് വേണ്ടി ഒരു ആമ കോറിഡോർ കൊണ്ടുവന്നിരിക്കുകയാണ്. പരിഹസിക്കുന്നതിന് വേണ്ടി കേരളത്തെ. അപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് വികസിത കേരളം എന്ന് മുദ്രാവാക്യം മുഴക്കുകയും BJP വന്ന കേരളത്തിൽ സ്വർഗമാക്കി മാറ്റിക്കളയുമെന്നൊക്കെ പ്രഖ്യാപിച്ച കേന്ദ്രമന്ത്രിമാരെയും BJP സംസ്ഥാന പ്രസിഡന്റിനെയും ഇപ്പോൾ കാണാൻ പോലുമില്ല. കേരളത്തെ കേന്ദ്രം പരിഗണിക്കുന്നില്ലെന്ന പ്രചരണം 100% നുണയാണെന്നും മുൻ കോൺഗ്രസ് സർക്കാരിൽ എന്ത് ചെയ്തുവെന്നും മോദി സർക്കാർ എല്ലാവർക്കും വേണ്ടി പ്രവർത്തിക്കുന്നുവെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. കേരളത്തിന് വേണ്ടി എത്രയോ കാര്യങ്ങൾ ബജറ്റിലുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. ബജറ്റിലെ കാര്യങ്ങൾ നടപ്പിലാക്കാൻ സംസ്ഥാനത്തിന് കഴിവുണ്ടോ എന്നും ജനങ്ങളെ വിഡ്ഢിയാക്കുന്ന രാഷ്ട്രീയമാണ് മറ്റുള്ളവർ നടത്തുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കേന്ദ്ര ബഡ്ജറ്റിൽ കേരളത്തിന് എന്തെല്ലാം ചെയ്തിട്ടുണ്ടെന്ന് എൻ്റെ അടുത്തൊരു 8 പേജിൻ്റെ ഡോക്യുമെൻ്റ് ഉണ്ട്. 10 കൊല്ലം ഇവിടെ CPM ഭരിച്ചു. ഈ ഇലക്ഷൻ്റെ 60 ദിവസം മുമ്പ് CPM എന്താണ് ചെയ്യേണ്ടത്? ഞങ്ങൾ ഭരിച്ചു, 10 കൊല്ലം ഇതെല്ലാം ചെയ്തു. അതിൻ്റെ റിപ്പോർട്ട് കാർഡല്ല മുമ്പോട്ട് വെക്കേണ്ടത്. പക്ഷേ സെൻട്രൽ ഗവൺമെൻറ് അവഗണിക്കുന്നു, പരിഗണിക്കുന്നില്ല എന്നൊരു പ്രചരണം നടത്തുന്നു. ഞാൻ ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നത് 100% നുണയാണ്. നുണ മാത്രമല്ല, ജനങ്ങളുടെ അതിവേഗ റെയിൽ പദ്ധതിക്കായി 5 മാസം കൊണ്ട് DPR തയ്യാറാക്കാനാണ് തീരുമാനമെന്ന് ഇ ശ്രീധരൻ. റെയിൽവേ മന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് മുന്നോട്ട് പോകുന്നത്. സംസ്ഥാന സർക്കാരിനെ ഇപ്പോൾ അറിയിക്കേണ്ട കാര്യമില്ല എന്നും അദ്ദേഹം പറഞ്ഞു. പദ്ധതിക്കായി പൊന്നാനിയിൽ ഇ ശ്രീധരന്റെ ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചു. കേന്ദ്ര അവഗണന എന്ന ആരോപണങ്ങൾക്കിടയിലും അതിവേഗപാതയുടെ പ്രവർത്തനവുമായി മുന്നോട്ടു പോവുകയാണ് മെട്രോമാൻ ഇ ശ്രീധരൻ. ഇന്ന് രാവിലെ 9:30 പൊന്നാനിയിൽ അതിവേഗ റെയിൽവേ പാതയുടെ പ്രവർത്തനങ്ങൾക്കായി DMRCയുടെ ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചു. ശ്രീധരന്റെ പത്നി രാധാ ശ്രീധരൻ ഭദ്രദീപം കൊളുത്തി ഓഫീസ് ഉദ്ഘാടനം ചെയ്തു. ഇ ശ്രീധരൻ DMRC ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു. ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കുന്നതിനായി പദ്ധതി പ്രദേശങ്ങളിൽ 15 മുതൽ ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കുമെന്നും റെയിൽവേ മന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് മുന്നോട്ടു പോകുന്നതെന്നും ഇ ശ്രീധരൻ പറഞ്ഞു. ഞങ്ങളുടെ വലിയ ഉപദേശം അവർക്ക് ചെയ്യാവുന്നതല്ല വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യുമ്പോഴും നാട്ടുകാർക്കൊരു ഉപദ്രവം ഉണ്ടാവരുത്. എന്ത് ചെയ്താലും അവർക്ക് ക്ലാശകരമായ ഒരു സാധനം ചെയ്യാറ് വളരെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനുള്ള പ്രതിവിധി കാണണം. അതാണ് നമ്മുടെ ആവശ്യം. അങ്ങനെയുള്ള ഒരു കൾച്ചർ അവർക്ക് ഉണ്ടാക്കി കൊടുക്കണം. 1 ലക്ഷം കോടി രൂപ ചെലവ് പ്രതീക്ഷിക്കുന്ന പദ്ധതിയുടെ DPR 6 മാസത്തിനകം തയ്യാറാക്കാനാണ് ശ്രമം. ഭൂമി ഏറ്റെടുത്താൽ 5 വർഷത്തിനകം പദ്ധതി പൂർത്തീകരിക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് ഇ ശ്രീധരൻ. അമൃത ന്യൂസ്, മലപ്പുറം. കേന്ദ്ര ബജറ്റിൽ കേരളത്തെ തഴഞ്ഞതിൽ വിശദീകരണവുമായി കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. കേരളത്തിൽ നിരവധി പദ്ധതികൾ റെയിൽവേ നടത്തുന്നുണ്ട്. കൂടുതൽ ഇത്തരം പദ്ധതികൾ സംസ്ഥാനത്തിന് ഉണ്ടാകുമെന്നും അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ പറയുകയും ചെയ്തു. 7 അതിവേഗ ട്രെയിൻ ഇടനാഴി ഇന്ന് പ്രഖ്യാപിച്ചു. കേരളത്തിൽ നിരവധി പദ്ധതികൾ റെയിൽവേ നടത്തുന്നുണ്ടെന്നാണ് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവിന്റെ വിശദീകരണം. കൂടുതൽ ഉത്തരം നാളെ സംസ്ഥാനത്തിന് വേണ്ടി വിളിക്കുന്ന വാർത്താസമ്മേളനത്തിൽ പറയും. 7 അതിവേഗ ട്രെയിൻ ഇടനാഴി ഇന്ന് പ്രഖ്യാപിച്ചു. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് അതിന്റെ നേട്ടമുണ്ടാകും. കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾക്ക് ഗുണം ലഭിക്കുമെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. റെയിൽവേ വിഹിതത്തിൽ കേരളത്തിന് വൻ വർധനവാണ് ബജറ്റിൽ പ്രഖ്യാപിച്ചതെന്ന് അശ്വിനി വൈഷ്ണവ് ചൂണ്ടിക്കാട്ടി. 3795 കോടി രൂപയാണ് ഇത്തവണ കേരളത്തിന് അനുവദിച്ചിരിക്കുന്നതെന്നും കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു. UPA സർക്കാരിന്റെ കാലത്തേക്കാൾ 10 ഇരട്ടി തുകയാണിതെന്നും മന്ത്രി വ്യക്തമാക്കി. From entire railway capacity of Kerala is getting significantly increased, right from Kasaragod to Shornur to Ernakulam to Kayamkulam to Trivandrum to this is a major change which is happening. This will practically double the capacity of railways in Kerala. കേരളത്തിലെ അതിവേഗ റെയിൽ പദ്ധതിയുമായി മെട്രോമാൻ ശ്രീധരൻ മുന്നോട്ടു പോകുന്നതിലും റെയിൽവേ മന്ത്രി പ്രതികരിച്ചു. ശ്രീധരന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും കേന്ദ്ര സർക്കാരിന്റെ പിന്തുണയുണ്ടെന്നും കേരളത്തിന്റെ റെയിൽ വികസനത്തെക്കുറിച്ച് ചർച്ച നടത്തിയിരുന്നുവെന്നും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. കേരളത്തിൽ ഹൈസ്പീഡ് റെയിൽവേ വരുമെന്നും അശ്വിനി വൈഷ്ണവ് ഉറപ്പു പറഞ്ഞു. Dr. Sridharan Saab had met me very recently. We had discussed in good detail how should we take up the future of railways, and he has a very grand vision for entire country. എന്നാൽ ഇക്കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരുത്താൻ റെയിൽവേ മന്ത്രി തയ്യാറായില്ല. കേരളത്തിൽ അതിവേഗ റെയിൽപാത എപ്പോൾ വരുമെന്ന ചോദ്യത്തിനും കേന്ദ്രമന്ത്രി വ്യക്തമായ ഉത്തരം നൽകിയില്ല. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്.
രാഹുൽ മങ്കൂട്ടത്തിലിനെ MLA സ്ഥാനത്ത് നിന്നും അയോഗ്യനാക്കണമെന്ന പരാതിയിൽ ഈ മാസം 23-ന് നിയമസഭാ എത്തിക്സ് ആൻഡ് പ്രിവിലേജ് കമ്മിറ്റിയുടെ ഹിയറിംഗ് നടക്കും. അയോഗ്യനാക്കണമെന്ന പരാതി എത്തിക്സ് കമ്മിറ്റി അല്ല സ്പീക്കർക്കാണ് പരിശോധിക്കാൻ നൽകേണ്ടതെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. ഈ സഭാ സമ്മേളനത്തിന് മുമ്പ് പരാതിയിൽ തീരുമാനമുണ്ടാകില്ല എന്നാണ് സൂചന. നിരന്തരം ലൈംഗിക പീഡന കേസിൽപ്പെട്ട രാഹുൽ മാങ്കൂട്ടത്തിലിനെ MLA സ്ഥാനത്ത് നിന്ന് അയോഗ്യനാക്കണമെന്ന പരാതി സ്പീക്കർക്ക് നൽകിയത് DK മുരളി MLA ആണ്. നിയമസഭയുടെ എത്തിക്സ് ആൻഡ് പ്രിവിലേജ് കമ്മിറ്റിക്ക് മുന്നിലാണ് പരാതി എത്തിയത്. ഈ മാസം 23-ന് പരാതിക്കാരനെ നേരിട്ട് കേൾക്കാൻ ഇന്ന് ചേർന്ന എത്തിക്സ് കമ്മിറ്റി തീരുമാനിച്ചു. രാഹുൽ മാങ്കൂട്ടത്തിന്റെ വാദം കൂടി കേട്ട ശേഷമാകും തീരുമാനമെടുക്കുക. അതേസമയം ഇത്തരം വിഷയത്തിൽ സ്പീക്കറാണ് തീരുമാനമെടുക്കേണ്ടതെന്നും എത്തിക്സ് കമ്മിറ്റിക്ക് വിടുന്ന കീഴ്വഴക്കമുണ്ടാകേണ്ടതില്ല എന്നും പ്രതിപക്ഷാംഗങ്ങൾ ചൂണ്ടിക്കാട്ടി. എത്തിക്സ് കമ്മിറ്റിയിൽ പങ്കെടുത്ത റോജി M. ജോണാണ് ഇക്കാര്യം ഉന്നയിച്ചത്. എന്നാൽ കേരള നിയമസഭയുടെ ചരിത്രത്തിൽ ഇങ്ങനെയൊരു വിഷയം ആദ്യമായാണ് വരുന്നത്. അതിനാൽ ഇക്കാര്യത്തിൽ പരിഹാരമുണ്ടാക്കുന്നതിൽ നിയമ സാങ്കേതിക തടസ്സങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സഭാ സമ്മേളനത്തിനു മുമ്പ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയത്തിൽ പരിഹാരമുണ്ടാകാനുള്ള സാധ്യതയുമില്ല. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ആന്റണി രാജുവിനെതിരായ തൊണ്ടി മുതൽ തിരിമറി കേസ് ശിക്ഷ താൽക്കാലികമായി മരവിപ്പിച്ചു. അയോഗ്യനാക്കിയ നടപടി തുടരും. വിധിക്കെതിരെ ആന്റണി രാജു സമർപ്പിച്ച അപ്പീൽ ഫയൽ സ്വീകരിച്ച തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതിയാണ് ഉത്തരവിട്ടത്. ജനുവരി 3-നാണ് നെടുമങ്ങാട് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് കോടതി മുൻ മന്ത്രി ആന്റണി രാജുവിന് 3 വർഷം തടവും 10,000 രൂപ പിഴയും വിധിച്ചത്. ഈ ശിക്ഷ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട അപ്പീലാണ് കോടതി പരിഗണിച്ചത്. ആന്റണി രാജു സമർപ്പിച്ച അപ്പീൽ ഫയലിൽ സ്വീകരിച്ചാണ് തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതിയുടെ വിധി. പ്രതി കുറ്റക്കാരനാണെന്ന കീഴ്ക്കോടതി വിധി നിലനിൽക്കുമെന്നും കോടതി അറിയിച്ചു. ഒപ്പം ആന്റണി രാജുവിനെ അയോഗ്യനാക്കിയതും തുടരും. കേസിൽ വിശദമായ വാദം കേൾക്കുന്നതുമായി ബന്ധപ്പെട്ട് ഫെബ്രുവരി 6-ന് തീരുമാനമെടുക്കും. തൊണ്ടി മുതലായ അടിവസ്ത്രത്തിൽ തിരിമറി നടത്തി പ്രതിക്ക് ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ അവസരമൊരുക്കിയെന്ന കേസിലാണ് കോടതി ശിക്ഷ വിധിച്ചത്. കേസിൽ 2ാം പ്രതിയാണ് ആന്റണി രാജു. 1ാം പ്രതിയും കോടതി ജീവനക്കാരനുമായിരുന്ന ജോസിനും 3 വർഷം തടവ് ശിക്ഷ വിധിച്ചു. ശിക്ഷ 7 വർഷത്തിൽ താഴെയായതുകൊണ്ട് അപ്പീലിൽ വിധി വരുന്നതുവരെ പ്രതികൾക്ക് മജിസ്ട്രേറ്റ് കോടതി നേരത്തെ ജാമ്യം അനുവദിച്ചിരുന്നു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. പയ്യന്നൂർ ധനരാജ് രക്തസാക്ഷി ഫണ്ട് വിവാദത്തിൽ നിലപാട് സുതാര്യമാക്കാൻ CPM നീക്കം. വരവ് ചിലവ് കണക്ക് അവതരിപ്പിക്കാൻ കണ്ണൂർ ജില്ലാ സെക്രട്ടറിക്ക് സംസ്ഥാന നേതൃത്വത്തിന്റെ നിർദ്ദേശം. വി കുഞ്ഞികൃഷ്ണന്റെ ആരോപണം അണികളിൽ സംശയമുണ്ടാക്കുന്ന സാഹചര്യത്തിലാണ് നടപടി. അതേസമയം പുസ്തക പ്രകാശനം മാറ്റിവച്ചിട്ടില്ല എന്ന പാർട്ടിയിൽ നിന്നും പുറത്താക്കപ്പെട്ട വി കുഞ്ഞികൃഷ്ണൻ പ്രതികരിച്ചു. പുസ്തക പ്രകാശനത്തിന് മുമ്പ് CPM കണക്ക് പുറത്തുവിടണം. ഫണ്ട് തട്ടിപ്പുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ തുടരും. സത്യസന്ധമായ കണക്ക് പാർട്ടിയുടെ കൈവശമില്ല എന്നും കുഞ്ഞികൃഷ്ണൻ പറഞ്ഞു. ഇപ്പോൾ പുസ്തക പ്രകാശനം മറ്റന്നാൾ വൈകുന്നേരം 4:30 മണിക്ക് ഗാന്ധി പാർക്കിലാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പ്രചരണം ഇപ്പോൾ നടക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഇന്നലെ രാവിലെ പോലീസിൽ നിന്നൊരു വിളി വന്ന് പുസ്തക പ്രകാശനം മാറ്റിവെച്ചിട്ടുണ്ടോ എന്ന് അന്വേഷിച്ചു. ഞാൻ പറഞ്ഞു അങ്ങനെ മാറ്റിവെച്ചിട്ടില്ല, അതാ നിശ്ചയിച്ച രീതിയിൽ തന്നെ നടക്കും. CPM പ്രവർത്തകരായ പ്രതികൾക്ക് ജയിലുകളിൽ യഥേഷ്ടം പരോൾ അനുവദിക്കുന്ന നടപടിയിൽ അടിയന്തര പ്രമേയ നോട്ടീസിന് അനുമതി നൽകിയില്ല. സഭയിൽ പരസ്പരം പോർവിളിച്ച് ഭരണ പ്രതിപക്ഷം രംഗത്ത് വന്നു. KK രമയുടെ നോട്ടീസിന് മറുപടി പറയാൻ മുഖ്യമന്ത്രിക്ക് ഭയമെന്ന് പ്രതിപക്ഷ നേതാവ് പരിഹസിച്ചു. സഭ ബഹിഷ്കരിച്ച പ്രതിപക്ഷം പുറത്തേക്കിറങ്ങി. മുൻകൂട്ടി പ്ലക്കാർഡുകൾ തയ്യാറാക്കി വന്ന പ്രതിപക്ഷത്തിന് ബജറ്റിന്മേലുള്ള ചർച്ചയ്ക്ക് താല്പര്യമില്ല എന്ന് ഭരണപക്ഷം തിരിച്ചടിച്ചു. സഭാ നടപടികൾ ആരംഭിച്ചപ്പോൾ തന്നെ ശബരിമല വിഷയത്തിൽ ദേവസ്വം മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് പ്രതിപക്ഷം പ്രതിഷേധിച്ചു. സഭാ കവാടത്തിൽ പ്രതിപക്ഷ MLA-മാർ സത്യാഗ്രഹ സമരം തുടരുമെന്നും എന്നാൽ സഭാ നടപടികളുമായി സഹകരിക്കുമെന്നും പ്രതിപക്ഷ നേതാവ് അറിയിച്ചു. തുടർന്ന് ചോദ്യോത്തരവേളയിൽ പ്രതിപക്ഷം സഹകരിച്ചു. എന്നാൽ ശൂന്യവേളയിൽ അടിയന്തര പ്രമേയമായി കൊണ്ടുവന്നത് പാർട്ടി പ്രതികൾക്ക് യഥേഷ്ടം പരോൾ അനുവദിക്കുന്ന വിഷയമായിരുന്നു. KK രമയാണ് പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. വിഷയത്തിന് അടിയന്തര പ്രാധാന്യമില്ലെന്ന് ചൂണ്ടിക്കാട്ടി സ്പീക്കർ അവതരണാനുമതി നിഷേധിച്ചു. തുടർന്ന് കടുത്ത പ്രതിഷേധവുമായി പ്രതിപക്ഷം നടുത്തളത്തിലിറങ്ങി. സർക്കാരിന് താൽപര്യമില്ലാത്ത വിഷയങ്ങൾ ചർച്ച ചെയ്യില്ലെന്ന നിലപാട് അംഗീകരിക്കാനാകില്ലെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. ചട്ടം ലംഘിച്ച്, നിയമം ലംഘിച്ച് പരോള് ക്രിമിനലുകൾക്ക് കൊടുത്ത് ക്രിമിനലുകൾ തെരുവിലിറങ്ങി കലാപം നടത്തുകയും ക്രിമിനൽ കുറ്റകൃത്യങ്ങളും ചെയ്യുകയും ചെയ്യുന്ന ഗൗരവതരമായ വിഷയമാണ് ഈ സഭാ നടപടികൾ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടത്. സർക്കാരിന് സൗകര്യമില്ലാത്ത കാര്യങ്ങൾ നിയമസഭയിൽ ചർച്ചയില്ല എന്നാണോ? പ്ലക്കാർഡുകളുമായി നടുത്തളത്തിലിറങ്ങിയ പ്രതിപക്ഷം സ്പീക്കറുടെ ഡയസിന് ചുറ്റും പ്രതിഷേധിച്ചു. സ്വർണ്ണക്കള്ളന്മാർ എന്ന് പ്രതിപക്ഷ മുദ്രാവാക്യം വിളിച്ചപ്പോൾ ഗർഭചിത്രവീരന്മാർ പുറത്തേക്ക് പോകൂ എന്ന് ഭരണപക്ഷ നിരയിൽ നിന്ന് KT ജലീൽ വിളിച്ചു പറഞ്ഞു.
Shri T.J. Vinod, not in the seat. Shri K.N. Unnikrishnan, ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി. പ്രതിപക്ഷ ബഹളത്തിനിടയിലും സഭാ നടപടികൾ തുടർന്നു. തുടർന്ന് സഭ ബഹിഷ്കരിച്ച് പ്രതിപക്ഷം പുറത്തേക്കിറങ്ങി. നിയമം കാറ്റിൽ പറത്തിയാണ് കൊടും ക്രിമിനലുകൾക്ക് പരോൾ അനുവദിക്കുന്നതെന്നും ഇതിൽ മറുപടി പറയാതെ മുഖ്യമന്ത്രി ഒളിച്ചോടുകയാണെന്നും പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു. അതേസമയം കേന്ദ്ര ബജറ്റിനെതിരായ വിമർശനം സഭയിൽ ഉന്നയിക്കാൻ താൽപര്യമില്ലാത്തതുകൊണ്ടാണ് പ്രതിപക്ഷം ബഹിഷ്കരിച്ചതെന്ന് മന്ത്രി MP രാജേഷ് ആരോപിച്ചു. പ്രതിപക്ഷത്തിന്റെ അസാന്നിധ്യത്തിലാണ് ബജറ്റിന്മേലുള്ള ചർച്ച സഭയിൽ നടന്നത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. വ്യവസായി CJ റോയിയുടെ മരണത്തിൽ നിർണായക വിവരങ്ങൾ അടങ്ങിയ കുറിപ്പ് കണ്ടെത്തി. 9 പേജ് നീളുന്ന ഡയറി കുറിപ്പിൽ കുടുംബത്തോടും ജീവനക്കാരോടുമുള്ള ക്ഷമാപണവും കമ്പനിയെ എങ്ങനെ നയിക്കണമെന്ന പരാമർശവുമുണ്ട്. റോയ് ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചിരുന്നതായി സംശയം ജനിപ്പിക്കുന്നതാണ് കുറിപ്പിലെ വിവരങ്ങൾ. CJ റോയിയുടെ മരണത്തിൽ ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെട്ട കേന്ദ്ര ധനമന്ത്രിക്ക് മുഖ്യമന്ത്രി കത്തയച്ചു. കോൺഫിഡന്റ് ഗ്രൂപ്പ് ചെയർമാൻ CJ റോയ് ആത്മഹത്യ ചെയ്യാൻ നേരത്തെ തീരുമാനിച്ചിരുന്നതായി സംശയം ജനിപ്പിക്കുന്നതാണ് കണ്ടെത്തിയ കുറിപ്പിലെ വിവരങ്ങൾ. റോയ് മരണക്കുറിപ്പ് പോലെ രേഖപ്പെടുത്തിയ വിവരങ്ങളാണ് പുറത്തുവന്നത്. ജനുവരി 31 സഹോദരനെ വിളിച്ചത് ജീവനെടുക്കാൻ തീരുമാനിച്ച ശേഷമാണെന്നും സംശയമുണ്ട്. നിക്ഷേപകർക്ക് പണം തിരികെ കൊടുക്കണമെന്നും ബിസിനസ് ഇനി ആര് നയിക്കണം എന്ന് തുടങ്ങിയ കാര്യങ്ങളാണ് ഡയറിയിൽ കുറിച്ചിട്ടുണ്ടെന്ന വിവരമാണ് ലഭിക്കുന്നത്. CJ റോയിയുടെ ആത്മഹത്യയിൽ അന്വേഷണം പുരോഗമിക്കുകയാണ്. റോയിക്ക് സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെന്നാണ് പ്രധാനമായും അന്വേഷിക്കുന്നത്. വ്യക്തിപരമായ പ്രശ്നങ്ങളെക്കുറിച്ചും അന്വേഷിക്കുന്നുണ്ട്. കുടുംബാംഗങ്ങളിൽ നിന്നും IT ഉദ്യോഗസ്ഥരിൽ നിന്നും വീണ്ടും മൊഴിയെടുക്കും. റോയിയുടെ മൊബൈൽ ഫോണുകൾ ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കിയാൽ കൂടുതൽ വിവരങ്ങൾ ലഭിക്കുമെന്നാണ് പ്രതീക്ഷ. CJ റോയിയുടെ മരണത്തിൽ ജുഡീഷ്യൽ അന്വേഷണം നടത്താൻ കേന്ദ്ര സർക്കാർ ഉത്തരവിടണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി കത്തയച്ചു. കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമനാണ് കത്തയച്ചത്. റെയ്ഡിനിടെ സ്വയം വെടിവെക്കാൻ ഇടയായത് ഉദ്യോഗസ്ഥരുടെ ഗുരുതരമായ വീഴ്ചയാണെന്ന് കത്തിൽ പിണറായി വിജയൻ കുറ്റപ്പെടുത്തി. റോയിയുടെ മരണത്തെ രാജ്യത്തിന്റെ നികുതി സംവിധാനത്തിനേറ്റ കളങ്കമെന്ന് വിശേഷിപ്പിക്കുകയും പരിശോധനയ്ക്കിടെ സംഭവിച്ചതായി ആരോപിക്കപ്പെടുന്ന നടപടിക്രമങ്ങളിലെ വീഴ്ചകളെക്കുറിച്ച് ആശങ്കയും മുഖ്യമന്ത്രി കത്തിൽ പ്രകടിപ്പിച്ചു. അമൃത ന്യൂസ്, കൊച്ചി. കുവൈറ്റിൽ ഒരു വനിത ഉൾപ്പെടെ 7 പുതിയ മന്ത്രിമാരെ ഉൾപ്പെടുത്തി മന്ത്രിസഭ പുനഃസംഘടിപ്പിച്ചു. അമീർ ആണ് ഉത്തരവ് പുറപ്പെടുവിച്ചത്. നിലവിലെ വിദേശകാര്യമന്ത്രി അബ്ദുള്ള യഹിയെ മാറ്റി പുതിയ വിദേശകാര്യമന്ത്രിയായ ഷെയ്ഖ് ജറാഹ് ജാബർ അൽ അഹമ്മദ് അൽ സബാഹിനെ നിയമിച്ചതാണ് ഇതിൽ പ്രധാനം. മന്ത്രിസഭയിൽ 7 പുതിയ മന്ത്രിമാരെ ചേർക്കുകയും 3 പേരെ ഒഴിവാക്കുകയും ചെയ്തു. ഇതോടെ മന്ത്രിസഭയിലെ ആകെ അംഗങ്ങളുടെ എണ്ണം 21 കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി സഹമന്ത്രിയായി ഒമർ അൽ ഒമറിനെയും വാണിജ്യ വ്യവസായ മന്ത്രിയായി ഒസാമ ബുദായിയെയും വികസന സുസ്ഥിരത സഹമന്ത്രിയായി ഡോക്ടർ റീം അൽ ഫലീജിനെയും യുവജന കായിക സഹമന്ത്രിയായി ഡോക്ടർ താരിഖ് അൽ ജലാഹിമിനെയും നിയമിച്ചു. അബ്ദുൽ അസീസ് അൽ മർസൂഖ് ആണ് പുതിയ സാമ്പത്തിക കാര്യ നിക്ഷേപ സഹമന്ത്രി. വിവര സാംസ്കാരിക മന്ത്രിയായി അബ്ദുള്ള ബുഖ്തയിനെയും ധനമന്ത്രിയായി ഡോക്ടർ യാക്കൂബ് അൽ റിഫായിയെയും നിയമിച്ചു. മുൻ കുവൈറ്റ് അമീർ ഷെയ്ഖ് ജാബിർ അൽ അഹമ്മദ് അൽ സബാഹിൻ്റെ മകനാണ് പുതിയ വിദേശകാര്യമന്ത്രിയായി നിയമിതനായ ഷെയ്ഖ് ജറാഹ് അൽ ജാബിർ അൽ സബാഹ്. ഉംറ മേഖലയിൽ പ്രവർത്തിക്കുന്ന 1800 വിദേശ ട്രാവൽ ഏജൻസികളുമായുള്ള കരാറുകൾ ഹജ്ജ് ഉംറ മന്ത്രാലയം താൽക്കാലികമായി നിർത്തിവച്ചു. മോശം പ്രകടനം കാരണമാണ് കരാറുകൾ നിർത്തിവയ്ക്കാൻ കാരണം. ഉംറ സേവന മേഖലയിൽ 3800ഓളം വിദേശ ട്രാവൽ ഏജൻസികൾ പ്രവർത്തിക്കുന്നുണ്ട്. ഇക്കൂട്ടത്തിൽപ്പെട്ട 1800 ഏജൻസികളുമായുള്ള കരാറുകളാണ് താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുന്നത്. പദവി ശരിയാക്കുന്നതിന് ഈ ഏജൻസികൾക്ക് മന്ത്രാലയം 10 ദിവസത്തെ ഗ്രേഡ് പീരീഡ് അനുവദിച്ചിട്ടുണ്ട്. സൗദി അറേബ്യയും ബഹ്റിനെയും ബന്ധിപ്പിക്കുന്ന കിങ് ഫഹദ് കോസ്വേ മുറിച്ചു കടക്കുവാനുള്ള ടോൾ നിരക്കുകൾ ഉയർത്തുന്നു. പുതിയ നിരക്കുകൾ ഫെബ്രുവരി 18 മുതൽ പ്രാബല്യത്തിൽ വരുമെന്ന് അധികൃതർ അറിയിച്ചു. യാത്രക്കാരുടെ അനുഭവം മെച്ചപ്പെടുത്താനും പ്രവർത്തന കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിനുമാണ് ടോൾ നിരക്കുകൾ പരിഷ്കരിക്കുന്നതിലൂടെ ലക്ഷ്യമിടുന്നത്. കുവൈറ്റിൽ റെസ്റ്റോറൻറ്റുകളുടെയും ഭക്ഷണ വിൽപ്പന സ്ഥാപനങ്ങളുടെയും വിതരണ സേവനങ്ങളുടെ ഇലക്ട്രോണിക് പ്ലാറ്റ്ഫോമുകൾ വഴി നടത്തുന്നതുമായി ബന്ധപ്പെട്ട് വ്യാപാര വ്യവസായ മന്ത്രാലയത്തിൻ്റെ പുതിയ ഉത്തരവ്. റെസ്റ്റോറൻറ്റുകൾ, ഭക്ഷണ വിൽപ്പന സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിൽ നിന്നും ഭക്ഷണ വിതരണ പ്ലാറ്റ്ഫോമുകൾ ഈടാക്കുന്ന ഫീസ്, കമ്മീഷൻ നിരക്ക് എന്നിവ 3 വർഷത്തേക്ക് മാറ്റം വരുത്തരുത്. വിപണിയിൽ സ്ഥിരത ഉറപ്പാക്കുക, സ്ഥാപനങ്ങൾക്ക് സാമ്പത്തിക പ്രവർത്തന പദ്ധതികൾ ആസൂത്രണം ചെയ്യാൻ സഹായിക്കുക, ചെറുകിട ഇടത്തരം സംരംഭങ്ങളെ അന്യായമായ സമ്മർദ്ദങ്ങളിൽ നിന്നും സംരക്ഷിക്കുക എന്നിവ ലക്ഷ്യമാക്കിയാണ് പുതിയ ഉത്തരവ്. സൗദിയിൽ പ്രവാസിയെ കൈക്കൂലി കേസിൽ അറസ്റ്റ് ചെയ്തതായി ഓവർസൈറ്റ് ആൻഡ് ആൻറ്റി കറപ്ഷൻ അതോറിറ്റി അറിയിച്ചു. സൗദി ദേശീയ കമ്പനിയായ സൗദി പബ്ലിക് ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ടിന് കീഴിലെ കമ്പനിയിൽ പ്രൊജക്ട് മാനേജരായി ജോലി ചെയ്യുന്ന പ്രവാസിയാണ്. 21.75 ലക്ഷം റിയൽ ഇയാൾ കൈക്കൂലിയായി കൈപ്പറ്റിയത്. കമ്പനി സ്വന്തമായുള്ള 2 സൗദി പൗരന്മാരിൽ നിന്നും മറ്റൊരു കമ്പനിയിൽ എക്സിക്യൂട്ടീവ് മാനേജരായി ജോലി ചെയ്യുന്ന പ്രവാസിയിൽ നിന്നുമാണ്. PIF കമ്പനിക്ക്
കീഴിലെ കരാറുകാർ അനുവദിക്കുന്നതിന് അതേ കമ്പനിയിലെ പ്രൊജക്ട്സ് മാനേജറായ പ്രവാസി വൻതുക കൈക്കൂലി കൈപ്പറ്റിയത്. കുവൈറ്റിൽ സമ്മാന കൂപ്പൺ നറുക്കെടുപ്പ് തട്ടിപ്പിലെ 19 പ്രതികൾക്ക് 10 വർഷം തടവും 30 ലക്ഷം കുവൈറ്റി ദിനാർ പിഴയും ശിക്ഷ. ക്രിമിനൽ കോടതിയാണ് ശിക്ഷാവിധി പുറപ്പെടുവിച്ചത്. കേസിലെ മറ്റ് 28 പ്രതികൾക്ക് 4 വർഷം വീതം തടവ് ശിക്ഷയും വിധിച്ച കോടതി 36 പ്രതികളെ കുറ്റവിമുക്തരാക്കി. വാണിജ്യ വ്യവസായ മന്ത്രാലയത്തിലെ ജീവനക്കാരനും വാണിജ്യ നറുക്കെടുപ്പ് വിഭാഗം മേധാവിയുമായ വ്യക്തിയാണ് കേസിലെ ഒന്നാം പ്രതി. കേസിലെ ഒന്നാം പ്രതി തന്റെ ഔദ്യോഗിക പദവി ദുരുപയോഗം ചെയ്ത് വാണിജ്യ നറുക്കെടുപ്പുകളിൽ കൃത്രിമം നടത്തി വ്യക്തിഗത ലാഭം നേടിയതായി കോടതി വ്യക്തമാക്കി. ഇത്തരം നടപടികൾ പൊതുജന വിശ്വാസ്യതയ്ക്കും വാണിജ്യ നറുക്കെടുപ്പുകളുടെ വിശ്വാസ്യതയ്ക്കും കോട്ടം വരുത്തുന്നതാണെന്നും കോടതി മുന്നറിയിപ്പ് നൽകി. കുവൈറ്റിൽ 149ാമത് മന്നം ജയന്തി ആഘോഷങ്ങൾക്ക് ഒരുങ്ങി NSS കുവൈറ്റ്. നായർ സർവീസ് സൊസൈറ്റി കുവൈറ്റിൻ്റെ 25ാം വാർഷിക ആഘോഷങ്ങളുടെ ഔപചാരിക ഉദ്ഘാടനമായ പത്മനാഭം 2026 ഫെബ്രുവരി 6 വെള്ളിയാഴ്ച അബ്ബാസിയയിലെ ആസ്പിയർ ഇന്റർനാഷണൽ സ്കൂളിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഇതിനോടനുബന്ധിച്ച് ഈ വർഷത്തെ മന്നം എക്സലൻസ് അവാർഡുകൾ പ്രഖ്യാപിച്ചു. പ്രശസ്ത കവിയും ഗാനരചയിതാവും അഗ്മിയുമായ രാജീവ് ആലുങ്കൽ, ലോകപ്രശസ്ത പാചക വിദഗ്ധയും RCP റെസ്റ്റോറൻറ്റ് ശൃംഖലയുടെ സ്ഥാപകനുമായ ഷെഫ് സുരേഷ് എസ് പിള്ള, അൽ റാഷിദ് ഇന്റർനാഷണൽ ഷിപ്പിംഗ് കമ്പനിയുടെ ചീഫ് ഫിനാൻഷ്യൽ ഓഫീസറും 4 പതിറ്റാണ്ടിലേറെയായി കുവൈറ്റിലെ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ സജീവ സാന്നിധ്യവുമായ ശ്രീ പ്രദീപ് മേനോൻ എന്നിവരാണ് അവാർഡിന് അർഹരായവർ. അവാർഡുകൾ ഫെബ്രുവരി 6 നടക്കുന്ന മന്നം ജയന്തി സാംസ്കാരിക സമ്മേളനത്തിൽ വിതരണം ചെയ്യും. ധനമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ച കേന്ദ്ര ബജറ്റിൽ പ്രവാസികൾക്ക് ഗുണകരമാകുന്ന നിർദ്ദേശങ്ങൾ നിരവധിയാണ്. 2016 കസ്റ്റംസ് നിയമത്തിൽ വരുന്ന മാറ്റമാണ് അതിൽ പ്രധാനം. 1 വർഷത്തിലധികം വിദേശത്തു താമസിച്ച ഇന്ത്യൻ പ്രവാസികൾക്ക് വിലയുടെ പരിധിയില്ലാതെ നിശ്ചിത തൂക്കം സ്വർണ്ണാഭരണങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും. ഗൾഫ് രാജ്യങ്ങളിലടക്കം വിദേശത്തുള്ള ഇന്ത്യൻ പ്രവാസികളുടെ ദീർഘകാല ആവശ്യമായിരുന്നു സ്വർണ്ണാഭരണങ്ങൾ കൊണ്ടുവരുന്നത് സംബന്ധിച്ചുള്ള കസ്റ്റംസ് നിയമത്തിലെ പരിഷ്കരണം. ധനമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ച കേന്ദ്ര ബജറ്റിൽ ഇതടക്കം വിവിധ നിർദ്ദേശങ്ങൾ പ്രവാസികൾക്ക് ഏറെ ഗുണം ചെയ്യുന്നതാണെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. 2016 പ്രാബല്യത്തിൽ വന്ന കേന്ദ്ര കസ്റ്റംസ് നിയമപ്രകാരം സ്ത്രീ യാത്രക്കാർക്ക് പരമാവധി 40 ഗ്രാം സ്വർണ്ണാഭരണങ്ങളും പുരുഷ യാത്രക്കാർക്ക് 20 ഗ്രാം സ്വർണ്ണാഭരണങ്ങളുമായിരുന്നു ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ അനുമതിയുള്ളത്. എന്നാൽ യഥാക്രമം 1 ലക്ഷം രൂപ, 50,000 രൂപ എന്നിങ്ങനെ മൂല്യപരിധിയും ഈ നിയമത്തിൽ ഉണ്ടായിരുന്നു. സ്വർണം ഗ്രാമിന് ഏകദേശം 2,500 രൂപ മാത്രം വിലയുണ്ടായിരുന്ന കാലത്തെ നിയമം പൊളിച്ചെഴുതണമെന്ന ആവശ്യം പ്രവാസികൾ ഉന്നയിക്കാൻ തുടങ്ങിയിട്ട് കാലമേറെയായി. ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ ഈ ആവശ്യമുന്നയിച്ച് കേന്ദ്ര ധനമന്ത്രിക്ക് നിവേദനം സമർപ്പിക്കുകയും ചെയ്തു. കഴിഞ്ഞ ദിവസം അവതരിപ്പിച്ച കേന്ദ്ര ബജറ്റിലെ നിർദ്ദേശപ്രകാരം സ്ത്രീ യാത്രക്കാർക്ക് 40 ഗ്രാം സ്വർണ്ണാഭരണങ്ങളും പുരുഷ യാത്രക്കാർക്ക് 20 ഗ്രാം സ്വർണവും വിലയുടെ പരിധിയില്ലാതെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. ഇതിനൊപ്പം ഡ്യൂട്ടിയില്ലാതെ കൊണ്ടുവരാൻ സാധിക്കുന്ന സാധനങ്ങളുടെ വില 50,000 രൂപയിൽ നിന്നും 75,000 ആക്കി ഉയർത്തുകയും ചെയ്തു. ഇന്ത്യയിൽ നിന്നും വിദേശത്തേക്ക് പണം അയക്കുമ്പോഴുള്ള TCS പരിധി 7 ലക്ഷത്തിൽ നിന്നും 10 ലക്ഷമാക്കി വർദ്ധിപ്പിച്ചതും വിദേശ ടൂർ പാക്കേജുകളുടെ നികുതി കുറച്ചതും മെഡിക്കൽ വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് പണമയക്കുന്നതിന്റെ നികുതി ഇളവ് ചെയ്തതും ഉൾപ്പെടെയുള്ള ബജറ്റ് നിർദ്ദേശങ്ങൾ ഇന്ത്യൻ പ്രവാസികൾക്ക് ഏറെ ഗുണം ചെയ്യുന്നതാണ്. ശ്രീരാജ് കൈമൾ, അമൃത ന്യൂസ്, ദുബായ്. UAE കാത്തിരിക്കുന്ന എത്തിഹാദ് പാസഞ്ചർ ട്രെയിൻ സർവീസിന്റെ ആദ്യ റൂട്ട് പ്രഖ്യാപിച്ചു. അബുദാബിയിലെ മുഹമ്മദ് ബിൻ സായിദ് സിറ്റിയിൽ നിന്നും ദുബായ് ജുമേറ ഗോൾഫ് എസ്റ്റേറ്റ് സ്റ്റേഷൻ വഴി ഫുജേറയിലെ അൽ ഹിലാൽ സ്റ്റേഷനിലാവും ആദ്യം എത്തിഹാദ് ട്രെയിൻ ഓടുക. UAEയിലെ 11 പ്രദേശങ്ങളെയും പ്രധാന നഗരസഭകളെയും ബന്ധിപ്പിച്ചാണ് എത്തിഹാദ് ട്രെയിൻ സർവീസ് നടത്തുന്നത്. UAEയുടെ വികസന കുതിപ്പിന് ഊർജ്ജം പകരുന്നതിനൊപ്പം രാജ്യത്തെ വിനോദസഞ്ചാര മേഖലയിലും എത്തിഹാദ് റെയിൽ നിർണായക സ്വാധീനം ചെലുത്തും. UAE മാനവശേഷി സ്വദേശീവൽക്കരണ മന്ത്രാലയത്തിൻ്റെ പേരിൽ വ്യാജമായി പ്രചരിക്കുന്ന സന്ദേശങ്ങളെ അവഗണിക്കണമെന്ന് അധികൃതർ നിർദ്ദേശം നൽകി. ചില ഫയലുകൾ ഡൗൺലോഡ് ചെയ്യുക, ലിങ്കുകൾ അമർത്തി വിവരങ്ങൾ നൽകുക എന്നിങ്ങനെയാണ് വ്യാജ സന്ദേശങ്ങൾ പ്രചരിക്കുന്നത്. ലഭിക്കുന്ന സന്ദേശങ്ങൾ പൂർണ്ണമായി വായിച്ചു നോക്കണമെന്നും സന്ദേശങ്ങളുടെ ഉറവിടം കൃത്യമായി ഉറപ്പുവരുത്തണമെന്നും പൊതുജനങ്ങൾക്കുള്ള നിർദ്ദേശങ്ങൾ അധികൃതർ വ്യക്തമാക്കുന്നു. ദുബായിൽ സ്ഥാപിച്ച ഗൾഫ് ഫുഡ് പ്രദർശനത്തിൻ്റെ ഭാഗമായി UAE ഫുഡ് ക്ലസ്റ്റർ ഉന്നതതല സമ്മേളനം സംഘടിപ്പിച്ചു. കേന്ദ്ര ഭക്ഷ്യ സംസ്കരണ മന്ത്രാലയത്തിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ, ദുബായിലെ ഇന്ത്യൻ കോൺസുൽ ജനറൽ സതീഷ് കുമാർ ശിവൻ, UAE സർക്കാർ സ്ഥാപനങ്ങളുടെ പ്രതിനിധികൾ, ഇരു രാജ്യങ്ങളിലെയും സ്വകാര്യ മേഖലയിലെ പങ്കാളികൾ എന്നിവർ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഭക്ഷ്യ സംസ്കരണം, കാർഷിക സാങ്കേതികവിദ്യ, ലോജിസ്റ്റിക്സ്, മൂല്യവർദ്ധിത വ്യാപാരം തുടങ്ങിയ മേഖലകളിൽ സഹകരണം വർദ്ധിപ്പിക്കുന്നതിനായ കേന്ദ്ര ഭക്ഷ്യ സംസ്കരണ മന്ത്രാലയം, ഇന്ത്യയിലെ കൃഷി സാങ്കേതിക സ്ഥാപനങ്ങൾ, വിവിധ ഇന്ത്യൻ സ്ഥാപനങ്ങളിലെ ഫുഡ് പാർക്കുകൾ എന്നിവയുമായി ചേർന്ന് പ്രവർത്തിക്കാൻ UAE ഫുഡ് ക്ലസ്റ്റർ തീരുമാനിച്ചു. ഈ വർഷത്തെ ഗൾഫ് ഫുഡ് മേളയുടെ പങ്കാളിത്ത രാജ്യം ഇന്ത്യയെ ആശ്രയിച്ചിരുന്നു.
മഹാമാഘ മഹോത്സവത്തിന് നാളെ കൊടിയിറങ്ങും. നീളാരതിയുടെ ദർശന പുണ്യത്തിനായി ഇന്നും ആയിരങ്ങൾ ത്രിമൂർത്തി സംഗമസ്ഥാനത്ത് എത്തിയിരുന്നു. ആത്മീയതയും ചരിത്രവും ഒരുമിക്കുന്ന ത്രിമൂർത്തി സംഗമസ്ഥാനം ഇന്നും ഭക്തിസാന്ദ്രമായിരുന്നു. പല ദേശങ്ങളിൽ നിന്നായി സപ്തനദികളുടെ പുണ്യസ്പർശം ഏറ്റുവാങ്ങാനായി വൻ ജനാവലി നിറാപ്പരപ്പിലെത്തി. യജ്ഞശാലകളിൽ വിശേഷാൽ ഹോമങ്ങളും പൂജകളും നടന്നപ്പോൾ സാംസ്കാരിക സമ്മേളനങ്ങളും കലാപരിപാടികളുമായി മറ്റു വേദികളും സജീവമായിരുന്നു. സായാഹ്നമായതോടെ നിള ആരതിയുടെ ഭക്തിപ്രഭയിലായി ദേവഭൂമി. മകം നക്ഷത്രം, ദ്വിതീയ തിഥി എന്നീ യോഗങ്ങളോടെ മഹാമാഘ മഹോത്സവത്തിന് നാളെ കൊടിയിറങ്ങും. സമാപന ദിനത്തിലെ പ്രധാന ആചാരമായ അമൃതസ്നാനം പുലർച്ചെ മുതൽ നിളയിൽ നടക്കും. നാഗസന്യാസിമാർ ഉൾപ്പെടെയുള്ള ആയിരങ്ങൾ പുണ്യസ്നാനത്തിൽ പങ്കെടുക്കും. അമൃത ന്യൂസ്, മലപ്പുറം. ബേപ്പൂർ പിടിക്കാൻ PV അൻവർ. കോഴിക്കോട് ബേപ്പൂർ മണ്ഡലത്തിൽ PV അൻവർ UDF സ്ഥാനാർത്ഥിയാണ്. KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് ഇക്കാര്യം സ്ഥിരീകരിച്ചു. ആഴ്ചകൾക്ക് മുമ്പേ ബേപ്പൂരിൽ കളം നിറഞ്ഞ PV അൻവർ സ്ഥാനാർത്ഥിത്വം ഉറപ്പിച്ചതോടെ സർക്കാരിനെതിരെ വിമർശനങ്ങൾ കടുപ്പിക്കുകയാണ്. UDF സ്ഥാനാർത്ഥിയാകുമെന്ന് മുന്നേ തന്നെ കണക്കുകൂട്ടിയാണ് PV അൻവർ കോൺഗ്രസ് നേതൃത്വത്തിന്റെ മൗനാനുവാദത്തോടെ ബേപ്പൂരിൽ പ്രചാരണം ആരംഭിച്ചത്. മുതിർന്ന കോൺഗ്രസ് നേതാക്കളെയും ജില്ലയിലെ മുസ്ലിം ലീഗ് നേതാക്കളെയും നേരിൽ കണ്ട് പിന്തുണ അഭ്യർത്ഥിച്ച അൻവർ ഒറ്റയ്ക്ക് മുന്നോട്ടുപോയി. PV അൻവർ ബേപ്പൂരിൽ പ്രചാരണം സജീവമാക്കിയപ്പോഴും കൂടെയൊന്നും കോൺഗ്രസ് നേതാക്കൾ ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇനി ചിത്രം മാറും. കാരണം ആദ്യ സ്ഥാനാർത്ഥി PV അൻവറാണെന്ന് സണ്ണി ജോസഫ് തന്നെ ഉത്തരം നൽകി. KPCC അധ്യക്ഷന്റെ പ്രസ്താവനയിൽ സന്തോഷമുണ്ടെങ്കിലും ഔദ്യോഗിക പ്രഖ്യാപനം വരട്ടെ എന്നാണ് PV അൻവറിന്റെ മറുപടി. നിങ്ങളാണ് സ്ഥാനാർത്ഥി എന്നുള്ള വിവരം എനിക്ക് കിട്ടിയിട്ടില്ല. അത് ഔദ്യോഗികമായിട്ട് എന്താ പറയുക UDF ലീഡർഷിപ്പ് പറയായിരിക്കും. KPCC പ്രസിഡന്റ് അത് പറഞ്ഞു എന്ന് കേട്ടതിൽ, ഞാനത് കേട്ടില്ല, കേട്ടതിൽ സന്തോഷമുണ്ട്. എന്നാൽ മുഖ്യമന്ത്രിക്കും മന്ത്രി PA മുഹമ്മദ് റിയാസിനുമെതിരെയുള്ള വിമർശനങ്ങൾ അൻവർ വീണ്ടും കടുപ്പിക്കുകയാണ്. പിണറായിസത്തിൻ്റെ ഭാഗമായി ഇന്ന് അദ്ദേഹം എടുത്തുകൊണ്ടിരിക്കുന്ന എന്താ പറയുക വർഗീയമായ നിലപാടുകൾ, ഈ രാജ്യത്തെ വികസനമില്ലായ്മ, ജനം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വിലക്കയറ്റം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ, സർക്കാർ ഫീസുകൾ ഡെയിലി വർദ്ധിപ്പിക്കുന്നു. അത് തെരഞ്ഞെടുപ്പിൽ എന്താ പറയുക മുഖ്യ വിഷയമാകും. ഇടതുപക്ഷത്തിന്റെ ചെങ്കോട്ടയാണ് ബേപ്പൂർ. 28,000-ലധികം വോട്ടിന്റെ കണക്കൊന്നുമല്ല. ലക്ഷങ്ങൾ ഭൂരിപക്ഷമുള്ള മണ്ഡലങ്ങൾ അട്ടിമറിച്ച ചരിത്രമാണ് PV അൻവർ മന്ത്രി PA മുഹമ്മദ് റിയാസിനെ ഓർമ്മിപ്പിക്കുന്നത്. വികസന സംവാദത്തിനും PV അൻവർ വെല്ലുവിളിക്കുന്നുണ്ട്. പിണറായിസത്തിനെതിരെയുള്ള പോരാട്ടമെന്ന ചിത്രവുമായി PV അൻവർ ബേപ്പൂരിൽ കളം നിറയുമ്പോൾ ഇടതുകോട്ടയിൽ നേരിയ വിള്ളൽ പോലും ഉണ്ടാകാതെ നോക്കേണ്ടത് CPM-ന്റെ ചുമതലയാകും. അതുകൊണ്ടുതന്നെ ശ്രദ്ധേയമായ മണ്ഡലങ്ങളിൽ ഒന്നായി മാറുകയാണ് PV അൻവറിന്റെ രംഗപ്രവേശത്തോടെ ബേപ്പൂർ നിയമസഭാ മണ്ഡലം. വർഷ ഗിരീഷിനൊപ്പം MM രാഗേഷ്, അമൃത ന്യൂസ്, കോഴിക്കോട്. കായിക വാർത്തകൾ നോക്കാം. 2020 ലോകകപ്പിലെ ഇന്ത്യക്കെതിരായ മത്സരം ബഹിഷ്കരിക്കാൻ തീരുമാനിച്ച പാകിസ്ഥാനെതിരെ അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിൽ കടുത്ത നടപടിക്ക്. മതിയായ കാരണങ്ങളില്ലാതെ മത്സരം ബഹിഷ്കരിച്ച പാകിസ്ഥാനെ ലോക ക്രിക്കറ്റിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുന്നതടക്കം ആലോചനയിലുണ്ട്. നാളെയോ മറ്റന്നാളോ ICC ബോർഡ് യോഗം ചേർന്ന് ഇക്കാര്യത്തിൽ നിർണായക തീരുമാനമെടുക്കുമെന്നാണ് റിപ്പോർട്ട്. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തയ്ക്കായി അമൃത ന്യൂസ് YouTube കാണുക.